ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണിത്. ഒരുപാട് നന്നായി തൊലിയൊക്കെ കറുത്ത നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇനി ഒരു വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 125 ml കപ്പിൻ്റെ അളവാണ്. ഇതിൽ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു 100 ml അളവിലാണ് ഞാനിപ്പോൾ ഈ വെള്ള എള്ള് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എള്ള് ഒരുപാടങ്ങ് കളർ വ്യത്യാസം വരുന്ന രീതി വരെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനൊരു കയ്പ്പ് രസം ഇറങ്ങും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എള്ള് പൊട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ എള്ള് നല്ലപോലെ ചൂടായതിന് ശേഷം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോന്ന് പൊട്ടുന്നുണ്ട്. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ തന്നെ ആ ഒരു പാനിൽ വെച്ചിരിക്കരുത്, പെട്ടെന്ന് തന്നെ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ കപ്പലണ്ടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എത്രയാണോ എള്ള എടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ തേങ്ങ ചിരകിയത് എടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു വലിയ സ്പൂൺ അളവിൽ 4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര വേണ്ട, ശർക്കര മതി എന്നുള്ളവർക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത പഴം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ്. അടുത്തതായി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് കുഴച്ചെടുക്കണം. ഈ ഒരു പഴത്തിൻ്റെ നനവ് മാത്രം മതിയാവില്ല, നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ പഴത്തിൻ്റെ മിക്സിൽ ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് വലിപ്പത്തിൽ വേണം എടുക്കാനായിട്ട്, നന്നായിട്ട് ചെറുതാവണ്ട. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു എള്ളിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ നിറയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മാവ് കൂട്ടിപ്പിടിച്ചൊന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്പൂൺ നിറയെ വെച്ച് കൊടുത്തിട്ട് മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പകുതി വെച്ച് കൊടുത്താലും മതി. ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇത്രയും മാവിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് 11 പീസാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 7 മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇടിയപ്പത്തിൻ്റെ ഇതുപോലുള്ള ഹോളുള്ള ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടും ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇനി ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കൂട്ട് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.